നമസ്കാരം. മാർക്കറ്റ് സമ്മറിയിലേക്ക് സ്വാഗതം. ഇന്ന് പ്രതീക്ഷ പോലെ തന്നെ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും എല്ലാം തന്നെ ഒരു സെൽ ഓഫാണ് ഉണ്ടായത്. രാവിലെ തന്നെ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് തന്നെയാണ് പ്രതീക്ഷിച്ചത്. ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ശേഷം മാർക്കറ്റ് ഒരു ഗ്യാപ്പ് ഫില്ലിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു റാലി ഉണ്ടായെങ്കിലും പക്ഷേ അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ നമുക്ക് ലഭിച്ചില്ല. മാർക്കറ്റ് വീണ്ടും ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് തന്നെ തുടരുകയാണ് ചെയ്തത്. നിഫ്റ്റി 124 പോയിൻറ്റ് നഷ്ടത്തോടുകൂടി 25,202 എന്ന ലെവലിൽ അവസാനിച്ചു. ബാങ്ക് നിഫ്റ്റി 55,284 എന്ന ലെവലിൽ 174 പോയിൻറ്റിൻ്റെ നഷ്ടത്തോടു കൂടിയാണ് അവസാനിച്ചത്. എല്ലാ ബ്രോഡർ ഇൻഡേഴ്സസുകളെല്ലാം തന്നെ സെൽ ഓഫിൽ തന്നെയായിരുന്നു. സെക്ടർ ഇൻഡേഴ്സസുകളിൽ ഏറ്റവും കൂടുതൽ നഷ്ടമുണ്ടാക്കിയത് IT മീഡിയ സെക്ടറുകളായിരുന്നു. IT സെക്ടറിലെ പ്രധാനപ്പെട്ട കാരണം അമേരിക്ക H1B1 വിസ ഏർപ്പെടുത്തിയതിൽ വിസയിൽ പുതിയ വിസകളിൽ വൻ ചാർജ് കൊണ്ടുവന്നത്. നിലവിൽ $5,000 എന്നൊക്കെ ആയിരിക്കുന്ന ചാർജുകൾ ഇപ്പോൾ $1,00,000 എന്ന നിലയിലേക്ക് ഒരു മാസീവ് ഹൈക്ക് തന്നെ കൊണ്ടുവന്നിരിക്കുന്നത് ഈ അമേരിക്കൻ ബേസ്ഡ് ആയിട്ടുള്ള ഇന്ത്യൻ IT കമ്പനികൾക്ക് ഇന്ത്യൻ ടെക്നിക്കൽ ബ്രെയിൻസിനെ, അതായത് പുതിയ റിക്രൂട്ടേഴ്സിനെയൊക്കെ എടുക്കുമ്പോൾ പുതിയ റിക്രൂട്ട്മെൻറ്റിനെല്ലാം ചിലവ് കൂടും എന്നൊരു കണക്കൂട്ടലാണ് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇൻഡേഴ്സസുകളിൽ IT ഇൻഡേഴ്സസുകളിൽ നല്ല രീതിയിലുള്ളൊരു സെൽ ഓഫ് തന്നെ ഉണ്ടായത്. പ്രധാനപ്പെട്ട IT സെക്ടേഴ്സ് സ്റ്റോക്കുകളായിട്ടുള്ള എംഫസിസ് ഏകദേശം 4% ഡൗൺ ആയിരുന്നു. ടെക് മഹീന്ദ്ര 3%, ഇൻഫോസിസ് 2.5% ഡൗൺ ആയിട്ടാണ് ക്ലോസ് ചെയ്തത്. നേരെ മറിച്ച് ഫിനാൻഷ്യൽ സർവീസസിലും മെറ്റൽ ഇൻഡേഴ്സസുകളെല്ലാം തന്നെ ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ് പ്രകടമായിരുന്നു. ഫിനാൻഷ്യൽ സെക്ടേഴ്സിൽ പ്രധാനമായും ഗോൾഡ് ലോൺ ബേസ്ഡ് ആയിട്ടുള്ള NBFCs ആണ് എന്ന് നേട്ടമുണ്ടാക്കിയത്. മുത്തൂറ്റ് ഫിനാൻസ് അടക്കമുള്ള കമ്പനികൾ നേട്ടമുണ്ടാക്കി. കാരണം ഗോൾഡ് പ്രൈസിനുണ്ടായിരിക്കുന്ന ഒരു ഹൈക്ക് ഇന്നും ഗോൾഡ് ഒരു പുതിയ ട്രെൻഡിലേക്ക്, പുതിയ അപ്പർ നിലവാരത്തിലേക്ക് ഉയർന്നിരിക്കുകയാണ്. അതിൻ്റെ ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ് NBFC സ്റ്റോക്കുകളിൽ ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് മെറ്റൽ സെക്ടറുകളും മെറ്റൽ സ്റ്റോക്കുകളും പെർഫോം ചെയ്തു. മറ്റ് ബേസ് മെറ്റൽ ആയിട്ടുള്ള കോപ്പർ, സിങ്ക്, ലെഡ് എന്നിവയുടെ എല്ലാം വിലയിലുണ്ടായിരിക്കുന്ന മുന്നേറ്റം അത്തരത്തിലുള്ള സ്റ്റോക്കുകളിലും ഒരു മുന്നേറ്റത്തിന് കാരണമായിട്ടുണ്ട്. GST റിഫോംസ് ഇന്നു മുതൽ നിലവിൽ വന്നിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഫാക്ടേഴ്സ് എല്ലാം തന്നെ GSTയുടെ പോസിറ്റീവ്നെസ് എല്ലാം തന്നെ മാർക്കറ്റിൽ ഡിസ്കൗണ്ടഡ് ആയി എന്ന് വേണം കണക്കാക്കാനായിട്ട്. അപ്പോൾ നിഫ്റ്റി അടക്കമുള്ള ഇൻഡേഴ്സസുകളിൽ പ്രതീക്ഷിക്കുന്നത് എന്തെങ്കിലും ഒരു ഫ്രഷ് ട്രിഗേഴ്സാണ്. അടുത്ത ഒരു അപ് ട്രെൻഡ് റാലിക്ക് തീർച്ചയായിട്ടും ഒരു ഫ്രഷ് ട്രിഗേഴ്സ് ആവശ്യമാണ്. ഇന്ത്യ US ട്രേഡ് ടോക്സ് അടക്കമുള്ള പോസിറ്റീവ് ഫാക്ടേഴ്സ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും മാർക്കറ്റിലൊരു റാലി കണ്ടിന്യൂ ചെയ്ത് തന്നെ ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുള്ള സപ്പോർട്ട് ലെവലുകളായിരിക്കും നിഫ്റ്റിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിൽക്കുക. 25,140 എന്ന ലെവലിലും അതിന് താഴെ 25,080 എന്ന ലെവലിലും ഒക്കെയാണ് സപ്പോർട്ടുള്ളത്. ആ സപ്പോർട്ടുകളെല്ലാം ക്രൂഷ്യലായിട്ട് വാച്ച് ചെയ്യുക. ഇവർക്ക് നല്ലൊരു ദിനം ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.